ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ജർമ്മനിയിൽ ഒരു ആപ്പിളിൻ്റെ ഫാക്ടറിയിൽ നിന്ന്, ആപ്പിളിൻ്റെ ഫാക്ടറി അല്ല, ആപ്പിള് ലോഡ് ചെയ്തിട്ട് സ്പെയിനിലേക്ക് പോകണം. ഇപ്പോൾ ഇവിടെ നിന്നായിരുന്നു ലോഡ് ചെയ്തിരുന്നത്. ഇന്നലെയാണ് നമ്മളിവിടെ എത്തിയത്. ഇന്നലെ നമ്മൾ എത്തിയത്, ഇന്ന് കാലത്താണ് നമുക്കിപ്പോൾ ലോഡ് ചെയ്തത്. നമ്മളിവിടെ നിൽക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പയ്യനെ നീങ്ങാം. Por la tercera salida por Stephansfeldstraße. നമ്മൾ അപ്പുറത്തെ റൂട്ടിൽ കൂടെ കാണിക്കില്ല, പക്ഷെ നമ്മൾ വന്ന വഴി ഇവിടെ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ ലോഡ് ഇറക്കിയ കമ്പനി ഇതാണ്. കാലത്തല്ല, ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞു. ഇന്നലെ വൈകിട്ട് ഒരു 3 മണിയായപ്പോൾ ഞാൻ ഇവിടെ എത്തി. 3 മണിയല്ല, 4 മണി കഴിഞ്ഞപ്പോൾ, 4:30. അപ്പോൾ ഈ റൂട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എന്നോട് പറഞ്ഞത്. En 1 kilómetro, gira a la izquierda en Bahnhofstraße. അവിടെ പണി നടപ്പുണ്ട്. ഈ സമയമായതുകൊണ്ടാണെന്ന് അറിയില്ല, വലിയ ട്രാഫിക് ഇല്ല. metros, gira a la izquierda en Bahnhofstraße. ജർമ്മനിയുടെ അകത്തോട്ട് കയറിയിട്ടുള്ളൊരു ഗ്രാമമാണ്. ഇതിൻ്റെ പേര് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെയും ഇന്നലെ വന്നപ്പോൾ റോഡ് പണി നടപ്പുണ്ടായിരുന്നു. നമുക്കപ്പോൾ ഗ്രീൻ സിഗ്നലാണ്. കണക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ പോവാം. സൈഡെങ്ങും തൊടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പോകാം നമുക്ക്. നമുക്ക് ഇവിടെ നിന്ന് ഇടത്തോട്ട് ചവർലറ്റിൻ്റെ ഒരു വണ്ടി വന്ന് നോക്കി.
ആയതുകൊണ്ട് കൈ വയ്ക്കുമ്പോൾ നനേന്. അപ്പോൾ നമുക്ക് പോകാം, ഇനി അധികം വെയിറ്റ് ചെയ്യണ്ട. ഇന്നലെ ഈ വരുന്ന വഴിക്ക് ഇതൊക്കെ ജർമ്മനിയുടെ അകത്ത ഭാഗങ്ങളാണ്. 22 മണി തൊട്ട് 6 മണി വരെ 30 കിലോമീറ്റർ സ്പീഡ്. പക്ഷെ എങ്കിലും നമുക്ക് നമ്മുടെ ലോഡിൻ്റെ ബഹുമാനാർത്ഥം വലിയ തിരക്കിട്ട് പോകാനായിട്ട് താല്പര്യമില്ല. ആപ്പിളിൻ്റെ ബൾക്കായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പെട്ടിയിലാണ് കയറ്റിയാണ്. അപ്പോൾ 4, 1, 2, 3, 4 ആ ജാതി റേഞ്ചിൽ കയറ്റി വെച്ചാൽ ജർമ്മനിയിലായതുകൊണ്ട് മഴ എന്ന് പറയുന്ന സംഭവത്തിന് വലിയ അത്ഭുതമൊന്നുമില്ല. Sal de la rotonda por la segunda salida. നമ്മളപ്പോൾ നാളെ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞ് നാളെ സ്പെയിനിൽ കയറി മറ്റന്ന് രാവിലെ വേണം നമുക്കിത് ലോഡ് ചെയ്യാനായിട്ട്, അൺലോഡ് ചെയ്യാനായിട്ട്. ബാർസലോണയൊക്കെ എത്തണേക്കാളും മുമ്പ് ഹീരോണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത്. ആൾക്കാർ ഡോറൊക്കെ തുറന്നിട്ടുള്ള പരിപാടി. എന്തായാലും 50 സ്പീഡ് ലിമിറ്റാണ് ഇവിടെ പറഞ്ഞാൽ അതിനുള്ള റഡാറാണ് ആയിരിക്കുന്നത്. നമുക്ക് എന്തായാലും 30 പോകാം. വെറുതെ ഒരു ഫ്ലാഷ് മേടിച്ചിട്ട് കയ്യിൽ മേടിക്കേണ്ട കാര്യമില്ല. ഇനി ട്രക്കിന് ഒരു തരത്തിലുള്ള ഇത് ഒരു തരില്ല, കൺസിഡറേഷൻ ഒരു തരില്ല, പ്രത്യേകിച്ച് ട്രക്കായതിൻ്റെ പേരിൽ. അടിപൊളി. ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്തതെന്നാണ് ഈ കാണുന്നത്. ഇവിടത്തെ ഫ്രാൻസിലൊക്കെ ഞാൻ കണ്ടിട്ട് ഇതുപോലെ വണ്ടി കൊണ്ടു പാർക്ക് ചെയ്യുന്നത്. സ്പെയിനിലാണെങ്കിൽ ഈ സാധനം ഇപ്പം എടുത്തുകൊണ്ട് പോയി ഫൈൻ മേടിച്ചു. അവിടെ ഒരു കാര്യം ഒരു രക്ഷയില്ല. അതെന്താ കാര്യം എന്ന് എനിക്കറിയില്ല. നമുക്കപ്പോൾ അധികം കറങ്ങേണ്ട ആവശ്യമില്ല.
നമുക്ക് ഈ വഴി കൂടെ തന്നെ അങ്ങോട്ട് പോവാം. നമ്മൾ വരുന്ന വഴിക്ക് വേറെ എവിടെയോ ഒരു സ്ഥലത്ത് കൂടെ റഡാറ് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതുപോലെ തന്നെ വേറെ സ്ഥലം മിക്കവാറും ഈ പോകുന്ന വഴിക്കായിരിക്കും. Sal de la rotonda por la segunda salida. ഇവിടെയും ഇവിടെ ഒരു ലീതർ നമ്മളിന്ന് കാലത്ത് നമ്മൾ ലോഡ് കയറുന്നതിൻ്റെ അടുത്തായിട്ട് ചക്കയത്തേട്ടാണ് അയ്യോ മരം മേടിക്കും. അതിൻ്റെ അവിടെയായിട്ട് ഇതുണ്ടായിരുന്നു അൽദി. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എൻ്റെ കാപ്പിപ്പൊടി തീർന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് വാങ്ങിച്ചു. Sal de la rotonda por la segunda salida por Ivalenstraße. Mantente a la derecha por la L201, después toma la salida que se encuentra adelante. Merge onto B31. Toma la entrada todo recto por la B31 en dirección Stadtwartsene. സ്റ്റോപ്പ്. എന്നാൽ ഇതിലെങ്ങാണ്ടാണോ വന്നതെന്നൊരു സംശയം. അതെ, ആ വഴി കൂടെ നമ്മളിങ്ങോട്ട് കയറിയിരുന്നു ചെയ്തിരുന്നത്. ഇതൊരു മെയിൻ റൂട്ടാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു മെയിൻ റൂട്ട് ഇവിടെ കയറി. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 60 എങ്ങാണ്ടാണ് ട്രക്കിന്. അപ്പം നമ്മുടെ മുമ്പിലൊരു ട്രക്ക് പോകുന്നുണ്ട്. മാക്സിമം ലോഡിലാണ് വണ്ടി ഇരിക്കുന്നത്. വലിച്ചിട്ട് കയറണം. എന്താണ് ആർക്കും ഓവർടേക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത? അപ്പോൾ ഇവിടുന്ന് 33 കിലോമീറ്റർ കഴിയുമ്പോൾ സ്റ്റാർഗട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യണം നമുക്ക് പോകാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പോകുന്ന റൂട്ട് മെയിനായിട്ട് സ്വിറ്റ്സർലൻഡ് വഴിയായിട്ടാണ് കയറി പോകേണ്ടത് നമുക്ക് അപ്പുറത്തേക്ക്. അപ്പോൾ നമുക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് കയറി പോകണ്ടെങ്കിൽ ഞാനിപ്പോൾ റൂട്ട് മാപ്പ് ഇന്നലെ റെഡിയാക്കി വെച്ചേണതാണ്. അതൊന്നും കൂടെ ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ ചിലപ്പോൾ സ്വിറ്റ്സർലൻഡിൽ കൂടെ കയറാനായിട്ട് വഴി മാറും. നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ ബോർഡറിലായിട്ടാണ് നിൽക്കണം.